മഹാരാഷ്ട്രയിലെ വിരാറിൽ നിന്നാണ് മറ്റൊരു ദാരുണ സംഭവത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. അവിടെ 8 മാസം പ്രായമായൊരു കുഞ്ഞിന്റെ അവകാശത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ അമ്മ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കൊന്നതാകട്ടെ ഭർത്താവിന്റെ പിതാവ്. മഹാരാഷ്ട്രയിലെ നരിങ്കി എന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. സഖാറാം പാട്ടീൽ എന്ന 60-കാരനാണ് തർക്കത്തിനൊടുവിൽ തന്റെ മരുമകളായ 28-കാരി പ്രാച്ചി കൽപേഷിനെ കൊലപ്പെടുത്തിയത്. സഖാറാം തന്റെ മരുമകളെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. ഒരു ദിവസം ഭർത്തൃപിതാവിന്റെ ഈ മർദ്ദനം സഹിക്കാൻ പറ്റാതെ പ്രാച്ചി എല്ലാ വിവരങ്ങളും തന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവളെ സ്വന്തം വീട്ടിലേക്ക് തിരികെ വിളിച്ചുകൊണ്ടുപോകാൻ കഴിഞ്ഞ ദിവസം നരിങ്കിയിലെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു അവളുടെ സഹോദരനായ വിശാൽ ആനന്ദ് പാട്ടീൽ. എന്നാൽ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങവേ സഖാറാമിന്റെ കയ്യിലിരുന്ന തന്റെ 8 മാസം പ്രായമായ കുഞ്ഞിനെ പ്രാച്ചി തിരികെ ചോദിച്ചെങ്കിലും അയാൾ തിരികെ നൽകാൻ തയ്യാറായില്ല. അത് പിന്നീട് ഒരു വലിയ തർക്കമായി മാറി. തർക്കത്തിനൊടുവിൽ പതിവ് പോലെ തന്നെ പ്രാച്ചിയെ മർദ്ദിക്കാനൊരുങ്ങിയ ഭർത്തൃപിതാവ് അവളെ ശക്തമായി പിടിച്ചു തള്ളുകയായിരുന്നു. ആ വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് പ്രാച്ചിയെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവിടെ വെച്ച് അവൾ മരിക്കുകയായിരുന്നു. प्राची पाटील नावाची 28 वर्षाची महिला ही तिच्या माहेरी जात असताना तिचं जे मूल होतं 8 महिन्याचं ते सासऱ्याकडे होतं आणि ते मूल सासऱ्याच्या ताब्यातून घेत असताना सासऱ्याने तिला धक्का दिला आणि त्याच्यामध्ये ती खाली पडून फरशीवर खाली पडून तिच्या डोक्याला मुक्का मार लागला आणि त्याच्यामध्ये ती मयत झालेली आहे. സഹോദരൻ വിശാലിന്റെ പരാതിയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 105, 351 പ്രകാരം ബോളിഞ്ച് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിയായ ഭർത്തൃപിതാവ് സഖാറാം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണവും ഇപ്പോൾ നടക്കുകയാണ്. ഭർത്തൃപിതാവിൽ നിന്ന് ഇതിനു മുൻപും പ്രാച്ചി നിരന്തരാക്രമണം നേരിടേണ്ടി വന്നതിനാൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.